എന്താണ് അലർജി? അലർജി എന്നത് നമ്മുടെ ശരീരത്തിന് പുറമേയുള്ള ഒരു വസ്തുവിനോട് കാണിക്കുന്ന ഹൈപ്പർ റെസ്പോൺസീവ്നെസ്, അധികരിച്ചുള്ള ഒരു ബോഡി റിയാക്ഷനെയാണ് നമ്മൾ അലർജി എന്ന് പറയുന്നത്. സൈനസൈറ്റിസ് എന്നുള്ള ഇതിന് മാത്രം നമ്മൾ സർജറി ആവശ്യമുള്ള കേസുകൾ, അതിലും അലർജി ആണ് ബേസ് ട്രീറ്റ്മെന്റ് എന്നുണ്ടെങ്കിൽ നമ്മൾ സർജറി ഒരു പാർട്ട് ഓഫ് ചികിത്സ മാത്രമേ ആകുന്നുള്ളൂ. ബാക്കി കൂടുതലും അലർജിയുടെ മെഡിക്കൽ കൺട്രോൾ തന്നെയാണ് അലർജിയായി ബന്ധപ്പെട്ടുണ്ടാകുന്ന മറ്റ് അസുഖങ്ങളുടെ ചികിത്സ. മെഡിക്കൽ മാനേജ് ചെയ്യുക എന്ന് പറയുമ്പോൾ നോർമലി ഒരു അലർജിക് റെസ്പോൺസ് ഉണ്ടായാൽ നമ്മൾ നോർമലി ഒരു ആന്റി അലർജിക് ടാബ്ലറ്റ്സ്, ആന്റി ഹിസ്റ്റമിൻസ് ഉപയോഗിച്ച് കൺട്രോൾ ആവുന്ന, ഡിപ്പെൻസ് അപ്പോൺ അവർക്ക് എത്രത്തോളം സിവിയർ ആണ് അവരുടെ അലർജി എന്നുള്ളതനുസരിച്ച് നമ്മൾ ആന്റി അലർജൻസ് ഉപയോഗിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ അതുൽ കൃഷ്ണ, സരസ്വതി ഹോസ്പിറ്റൽ പാറശാലയിലെ കൺസൾട്ടന്റ് ENT ഹെഡ് ആൻഡ് നെക്ക് സർജനാണ്. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്ക് അലർജിയെ പറ്റിയിട്ടാണ്. വളരെയധികം കോമണായി ENT, പൾമണോളജി തുടങ്ങിയ പീഡിയാട്രിക് തുടങ്ങിയ OPDകളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു പേഷ്യന്റിന്റെ ഒരു കൂട്ടമാണ് അലർജി ഉള്ള പേഷ്യൻസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അലർജി എന്തെന്ന് മനസ്സിലാക്കുക എന്നുള്ളത് വളരെയധികം പ്രാധാന്യമുള്ള ഒന്നാണ്. എന്താണ് അലർജി? അലർജി എന്നത് നമ്മുടെ ശരീരത്തിന് പുറമേയുള്ള ഒരു വസ്തുവിനോട് കാണിക്കുന്ന ഹൈപ്പർ റെസ്പോൺസീവ്നെസ്, അധികരിച്ചുള്ള ഒരു ബോഡി റിയാക്ഷനെയാണ് നമ്മൾ അലർജി എന്ന് പറയുന്നത്. എന്തിനോട്? ഏതെങ്കിലും ഒരു പുറമേയുള്ള വസ്തുവിനോട്. ആ പുറമേയുള്ള വസ്തുവിനെ നമ്മൾ സാധാരണ മെഡിക്കൽ ടേമിൽ പറയുന്നത് അലർജൻ എന്നാണ്. അലർജൻ എന്തൊരു വസ്തുവാണ്? ഒരു ഉദാഹരണത്തിന് പൊടിയാകാം, വളരെ കോമൺ ആയി കാണുന്ന ഒന്നാണ്. ഹൗസ് ഡസ്റ്റ് മൈറ്റ് എന്ന് പറയുന്നത്, നമ്മൾ ബെഡ് ബഗ്സ് എന്നൊക്കെ പറയുന്നത്, ബെഡിൽ കാണുന്ന മൂട്ടകൾ പോലുള്ളത്, അതിനോടാവാം. നമ്മൾ വീട്ടിൽ വളർത്തുന്ന നായ്ക്കളുടെ ശരീരത്തിലെ മുടിയാകാം, അതിലുള്ള ചെല്ലിനോടുള്ള റിയാക്ഷൻ ആവും, അതൊരു അലർജനായി ആക്ട് ചെയ്യാം. പിന്നെ ഉണ്ടാകുന്നത് വളരെ കോമൺ ആയി കാണപ്പെടുന്ന ഒന്നാണ് നമ്മൾ മാറുന്ന കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന പോളൻ. അതായത് ഇപ്പോൾ നമ്മൾ സ്പ്രിംഗ് സീസൺ, അതായത് നമ്മുടെ ഈ ജനുവരി ഫെബ്രുവരി മാസങ്ങളിലൊക്കെ പോളൻ കൊഴിച്ചിൽ, ഒരുപാട് പൂക്കളുടെ കൊഴിച്ചിലൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ആൾക്കാർക്ക് ഒരുപാട് അലർജിക് റിയാക്ഷൻസ് ഉണ്ടാകാറുണ്ട്. അങ്ങനെ പല ആഹാര പദാർത്ഥങ്ങൾ, ചപ്പാത്തി പോലുള്ളവ അല്ലെങ്കിൽ മറ്റു ധാന്യങ്ങൾ, ചില ധാന്യങ്ങൾ ആൾക്കാർക്ക് അലർജി ഉണ്ടാക്കാറുണ്ട്. ചില ഷെൽ ഫിഷുകൾ, ഉദാഹരണത്തിന് കക്ക, ചിപ്പി പോലുള്ളവ, ഇവയെല്ലാം തന്നെ ശരീരത്തിൽ അലർജി ഉണ്ടാക്കുന്ന അലർജൻസ് തന്നെയാണ്. ഇതിൽ പലതരത്തിലുള്ള അലർജൻസ് ഉണ്ട്. നമുക്ക് അതിനെ വളരെ ബ്രോഡ് കാറ്റഗറീസിൽ തന്നെ തിരിക്കാനും പറ്റും. പക്ഷെ അത് ഒരു നോർമലി ഒരാൾക്കാർക്ക് അറിയാവുന്ന, വളരെ കോമൺ ആയി അറിയാവുന്ന കുറച്ച് അലർജൻസിനെ പറ്റി മാത്രമാണ് പറഞ്ഞത്. അലർജിയിൽ എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ നോർമലി ഒരു അലർജി നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലോട്ട് വരികയും നമ്മുടെ ശരീരം ആ വസ്തുവിനെ റെക്കഗ്നൈസ് ചെയ്യുകയും അതിനെ ഒരു പുറമേയുള്ളൊരു വസ്തുവായി, അതിനെ നശിപ്പിക്കാനുള്ള ഒരു വസ്തുവായി അതിനെ റെക്കഗ്നൈസ് ചെയ്യും, അതിനെതിരെ റിയാക്ഷൻ ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഇത് നോർമലി ഏതൊരു വസ്തുവിനോട് സംഭവിക്കുന്നതാണ്. എന്നാൽ ചില ആൾക്കാരിൽ ആ ഒരു അലർജൻ എന്ന ഫേസിൽ നമുക്ക് വളരെയധികം ഈസ്നോഫിൽ റിയാക്ഷൻസ്, അതിൻ്റെ മൊത്തം വലിയൊരു പാത്തോളജിക്കലി പറയുകയാണെങ്കിൽ ഒരുപാട് വലിയ പാത്വേയാണ്, അത് ഉണ്ടാവുകയും ശരീരത്തിന് അതിൻ്റെതായ സിംറ്റംസ് ഉണ്ടാവുകയും ചെയ്യുന്നു. ഒരു ഓവറായിട്ടുള്ള ഒരു റിയാക്ഷൻ ഉണ്ടാക്കുന്നു. അത് ആൾക്കാരിൽ ഒരുപാട് സിംറ്റംസ് ഉണ്ടാക്കുകയും അത് കാരണമുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. നമ്മളൊരു നോർമലി ഒരു പേഷ്യൻ്റ് അലർജിക്കായിട്ട് വരുമ്പോൾ വളരെ കോമൺ ആയി പറയുന്ന കുറച്ച് സിംറ്റംസിനെ പറ്റിയാണ് അടുത്ത് പറയാൻ പോകുന്നത്. മെയിനായിട്ട് പറയുന്നത്, ഇപ്പോൾ ഉദാഹരണത്തിന് പേഷ്യൻ്റ് എന്ന് പറയുകയാണ്, ഞങ്ങളുടെ വീട്ടിൽ പണി നടക്കുകയാണ്, അപ്പോൾ അവിടുത്തെ പൊടി അടിച്ചതിന് ശേഷം എനിക്ക് ഭയങ്കരമായ തുമ്മൽ വരുന്നു, തുടർച്ചയായി തുമ്മൽ, അതായത് ഒരു നിർത്താൻ പറ്റാത്ത കണക്കിൽ തുമ്മിക്കൊണ്ടിരിക്കുക, ഒരു 10-15 പ്രാവശ്യം തുമ്മുക. മൂക്കൊലിപ്പ്, വളരെയധികം കണ്ടിന്യൂസ് ആയിട്ട് വെള്ളം പോലെ മൂക്കിൽ ഇങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കുക, മൂക്കടപ്പുണ്ടാവുക, തലവേദന ഉണ്ടാവുക, ശരീരത്തിലൊരു ചൊറിച്ചിൽ ആകമാനം, എവിടെ തടിച്ച് ഒരു ചൊറിച്ചിൽ വന്നിട്ട് ചുവന്ന കളറിൽ തടിപ്പ് പോലെ വരിക, ഇതെല്ലാം വളരെ കോമൺ ആയി അലർജിയുടെ സിംറ്റംസായി കാണപ്പെടുന്നു. ഇതിന് പുറമെ ചില ആൾക്കാരിൽ ഇത് മൾട്ടിപ്പിൾ ടൈംസ് അലർജി ഉണ്ടാകുന്ന ആൾക്കാരിൽ, ഇപ്പോൾ ചില ആഹാരങ്ങൾ കഴിക്കുമ്പോൾ റിയാക്ഷൻ ഉണ്ടാകുന്ന ആൾക്കാരിൽ നമ്മൾ കേട്ടിട്ടുണ്ടാകും, ചില ഇഞ്ചക്ഷൻ എടുത്തതിന് ശേഷം അതേപോലുള്ള റിയാക്ഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതായത് വളരെയധികം BP ലോ ആവുക, ഹാർട്ട് റേറ്റ് വളരെയധികം കുറയുക, ബോധരഹിതനായിട്ട് വീഴുക, വളരെ പെട്ടെന്ന് ഹാർട്ടിൻ്റെ പമ്പിങ് കപ്പാസിറ്റീസ് കുറയുക, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും സംഭവിക്കാവുന്നത്. അപ്പോൾ വളരെ മൈൽഡായിട്ടുള്ള സിംറ്റമുകളിൽ നിന്ന് വളരെ സീരിയസ് ആയിട്ടുള്ള സിംറ്റംസ് വരെയും വേരി ചെയ്യുന്നുണ്ട് അലർജിയുടെ സിംറ്റംസ്. അപ്പോൾ അലർജി എങ്ങനെ നമ്മൾ ട്രീറ്റ് ചെയ്യാം എന്നുള്ളതായിരിക്കും അടുത്തൊരു ചോദ്യം.
അപ്പോൾ അലർജിയുടെ ഒരു മാനേജ്മെന്റിനെ പറ്റി നമ്മൾ പറയുമ്പോൾ അതിന് എന്താണ് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. നമ്മൾ എന്തെങ്കിലും ടെസ്റ്റുകൾ ചെയ്യണമോ അലർജി കണ്ടുപിടിക്കാൻ? പലപ്പോഴും അതിന്റെ ആവശ്യം വരാറില്ല. കാരണം അലർജി എന്ന് പറയുന്നത് പൊതുവെ ഒരു ക്ലിനിക്കൽ ഡയഗ്നോസിസ് ആണ്. അത് നമ്മൾ പേഷ്യന്റിനോട് ചോദിച്ച് അവരുടെ ഹിസ്റ്ററി അറിഞ്ഞ് ഏതാണ് അലർജൻ എന്നുള്ള കണ്ടുപിടിക്കാനുള്ള ഒരു ശ്രമമാണ് ഇൻവെസ്റ്റിഗേഷനിലൂടെ നമ്മൾ ചെയ്യേണ്ടത്. മോസ്റ്റ്ലി അത് ക്ലിനിക്കലി നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്നത്. എന്നാൽ ചില ചലഞ്ചിങ് കേസസ് ഉണ്ടാവാം. ഏത് അലർജനാണെന്ന് അവർക്ക് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥ. എന്നാൽ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കുമ്പോൾ സംഭവിക്കുന്നത് നമ്മൾ അത് ചികിത്സയിൽ നമുക്കതൊരു കീറാമുട്ടിയായി മാറുന്ന അവസ്ഥ ഉണ്ടാവാറാണ്. ആ സ്ഥലങ്ങളിൽ മാത്രം നമ്മൾ വളരെയധികം അഡ്വാൻസ് ആയിട്ട് അത് സ്കിൻ ടെസ്റ്റ് പോലുള്ള സ്കിൻ പ്രിക് ടെസ്റ്റ് പോലുള്ളവ, അല്ലെങ്കിൽ സിറം IG ലെവൽസ് നോക്കുക, സിറം ഇസ്നോഫിൽ ലെവൽസ് നോക്കുക, ഇങ്ങനെയുള്ള പലവിധമായ ടെസ്റ്റുകൾ നമ്മൾ ചെയ്ത് നോക്കേണ്ടി വരും. അല്ലാന്നുണ്ടെങ്കിൽ പൊതുവെ അതൊരു ക്ലിനിക്കൽ ഡയഗ്നോസിസ് ആയിട്ടാണ് പൊതുവെ അറിയുന്നത്. അലർജി എങ്ങനെ ഒരു പ്രോഗ്രഷൻ ഭാവിയിൽ നടക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലർക്ക് വളരെ മൈൽഡ് ആയിട്ടുള്ള അലർജി കുഞ്ഞിലെ തുടങ്ങിയിട്ട് പതിയെ അത് റെക്കറന്റ് ആയിട്ട് ഈ മൂക്കൊലിപ്പ് ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ നോർമലി മൂക്കിനകത്തുള്ള സൈനസുകളിൽ ദശവളർച്ച പോലെ ഉണ്ടാവാനുള്ളതോ അല്ലെങ്കിൽ സൈനസൈറ്റിസ് ക്രോണിക് സൈനസൈറ്റിസ് ആയി മാറാനുള്ള സാധ്യതകളോ വളരെ കൂടുതലാണ്. ചിലർക്ക് അതിൽ നിന്നും പ്രോഗ്രസ് ചെയ്തിട്ട് ഭാവിയിൽ അതൊരു ബ്രോങ്കിയൽ ആസ്മ അല്ലെങ്കിൽ ഒരു ശ്വാസം മുട്ടൽ, അലർജി കാരണം ഉണ്ടാവുന്ന ശ്വാസം മുട്ടലായി മാറുന്നതും കാണപ്പെടാറുണ്ട്. അപ്പോൾ അലർജി സിംറ്റംസ് കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ ഇനിഷ്യൽ സ്റ്റേജിൽ തന്നെ നമ്മൾ ഇന്റർവ്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോഗ്രഷനെ ഡിലേ ചെയ്യിക്കാനോ അല്ലെങ്കിൽ ഒരു പരിധിവരെ നമുക്കത് ഒഴിവാക്കാനോ കഴിയുന്നതാണ്. എങ്കിൽ നമ്മൾ മെയിനായി എപ്പോഴും അലർജി എന്ന് പറയുന്നത് ഒരു ക്യൂറബിൾ ഡിസീസ് അല്ല, ഒരു പ്രിവെന്റബിൾ ഡിസീസാണ്. അതായത് നമുക്ക് അതിന്റെ സിംറ്റംസിന് വളരെയധികം സിംറ്റമാറ്റിക്കലി സിംറ്റംസിനെ കുറയ്ക്കുകയും അത് വരാതിരിക്കാനായിട്ടുള്ള സ്റ്റെപ്പുകൾ എടുക്കുകയും എന്നുള്ളതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ചികിത്സാ രീതി. അതിൽ ആദ്യം നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണ് ഏത് അലർജനോടാണ് അലർജി ഉണ്ടാകുന്നതെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ശ്രമം നടത്തും. ആ ശ്രമം നടത്തിയിട്ട് അതിന് ഉത്തമമായ, ഉദാഹരണം പൊടിയോട് എക്സ്പോസ് ആയുള്ള ഒരാളാണെങ്കിൽ മാസ്ക് ഉപയോഗിക്കാൻ പറയുക, അല്ലെങ്കിൽ വളരെ പാർട്ടിക്കുലർ N95 മാസ്കോ അങ്ങനെയുള്ള ഇൻഡസ്ട്രിയൽ മാസ്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാനായിട്ട് പറയുക, അഡ്വൈസ് ചെയ്യുക എന്നുള്ളതാണ് വളരെ കോമൺ ആയി ചെയ്യുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും ധാന്യങ്ങളോട് പ്രത്യേക ഒരു അലർജി ആണെങ്കിൽ ഷെൽഫിഷിനോട് അല്ലെങ്കിൽ ആ ആഹാരങ്ങൾ നമ്മൾ റുട്ടീൻ ഡയറ്റിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളതൊക്കെയാണ് പറയാറുള്ളത്. പിന്നെ രണ്ടാമത്തെ ഒരു സ്റ്റെപ്പാണ് നമ്മൾ മെഡിക്കലി മാനേജ് ചെയ്യുക എന്നുള്ളത്. മെഡിക്കലി മാനേജ് ചെയ്യുക എന്ന് പറയുമ്പോൾ നോർമലി ഒരു അലർജിക് റെസ്പോൺസ് ഉണ്ടായാൽ നമ്മൾ നോർമലി ഒരു ആന്റി അലർജിക് ടാബ്ലറ്റ്സ്, ആന്റി ഹിസ്റ്റമിൻസ് ഉപയോഗിച്ച് കൺട്രോൾ ആവുന്ന, ഡിപ്പെൻസ് അപ്പോൺ അവർക്ക് എത്രത്തോളം സിവിയർ ആണ് അവരുടെ അലർജി എന്നുള്ളതനുസരിച്ച് നമ്മൾ ആന്റി അലർജൻസ് ഉപയോഗിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ചിലർക്ക് നമ്മൾ ENTയുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ സൈനസൈറ്റിസിലോട്ട് പ്രോഗ്രസ് ചെയ്യുന്ന ഒരു പേഷ്യന്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യാറുള്ളത് ഏറ്റവും സേഫർ ആയിട്ടുള്ളതായ ടോപ്പിക്കൽ നേസൽ സ്റ്റിറോയിഡ്സ് ഉപയോഗിക്കാറുണ്ട്. അതായത് നമ്മൾ ടാബ്ലറ്റുകളിലോ അല്ലെങ്കിൽ ഇടവേള വിട്ട് ആന്റി ഹിസ്റ്റമിൻസിലോ മാറാത്ത വിധമാണെങ്കിൽ മൂക്കൊലിപ്പും മൂക്കടപ്പും ഒക്കെ വളരെ സിവിയർ ആയുള്ള പേഷ്യൻസിലാണെങ്കിൽ നമ്മൾ ടോപ്പിക്കൽ നേസൽ സ്റ്റിറോയിഡ്സ് ഉപയോഗിക്കാറുണ്ട്. അത് നമ്മൾ മൂക്കിനകത്ത് ഉപയോഗിക്കുന്ന സ്പ്രേകളാണ്. അതിൽ ഉള്ള കണ്ടന്റ് സ്റ്റിറോയിഡ്സ് ആണ്. എന്നാൽ നോർമലി നമ്മൾ സ്റ്റിറോയിഡ്സ് എന്ന് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പേടി ഇതിനോട് വേണ്ട. കാരണം ഇതൊരിക്കലും ശരീരത്തിൽ നമ്മുടെ രക്തക്കുഴലിലോട്ട് വളരെയധികം പാസ്സായിട്ട് നമ്മുടെ ശരീരത്തിൽ മറ്റു മാറ്റങ്ങൾ, സ്റ്റിറോയിഡ്സിന്റെ സൈഡ് എഫക്ട്സ് ഉണ്ടാക്കുന്ന കണക്കുള്ള പ്രശ്നങ്ങൾ ഇതിലുണ്ടാകുന്നില്ല. കാരണം ഇത് ആക്ട് ചെയ്യുന്നത് മൂക്കിനകത്തുള്ള തൊലിപ്പുറം പോലെയുള്ള മ്യൂക്കോസ എന്ന് പറയുന്ന ഭാഗത്താണ് ആക്ട് ചെയ്യുന്നത്. അവിടെ നിന്ന് ഉണ്ടാകുന്ന അലർജിക് റെസ്പോൺസിനെ ആ ഒരു പ്രതലത്തിൽ തന്നെ തടയുക എന്നുള്ളതാണ് ടോപ്പിക്കൽ നേസൽ സ്റ്റിറോയിഡ്സ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വളരെയധികം കാലം, അത് നമുക്ക് പറയാൻ അറിയാവുന്ന പോലെ അലർജി തുടർച്ചയായി വരുന്ന ഒന്നാണ്. അപ്പോൾ നമുക്കതിന് വളരെയധികം കാലം തുടർച്ചയായിട്ടുള്ള ട്രീറ്റ്മെന്റ് ആവശ്യമുണ്ട്. മറ്റ് ടാബ്ലറ്റ്സോ അല്ലെങ്കിൽ ഇഞ്ചക്ഷൻസോ നമുക്കുണ്ടാകുന്ന സൈഡ് എഫക്റ്റിനേക്കാൾ എത്രയോ കുറവാണ് ടോപ്പിക്കൽ നേസൽ സ്റ്റിറോയിഡ് ഉണ്ടാക്കാൻ സാധ്യതയുള്ള സൈഡ് എഫക്ട്സ്. അതുകൊണ്ട് വളരെ പ്രൊലോങ് ടേം വരെ നമുക്ക് ഒരു 6 മാസം 1 വർഷം വരെ ഉപയോഗിക്കാനും വളരെ സേഫ് ആയിട്ടുള്ളൊരു ഡ്രഗാണ്. അതിനെ പറ്റിയുള്ള എല്ലാ സ്റ്റഡീസും ഒരുപാട് സ്റ്റഡീസ് വന്നിട്ടുണ്ട്. വളരെ സേഫ്റ്റി ഇതുള്ളതാണ്. IMAയുടെ പല മീറ്റിംഗ്സിലും നമ്മൾ ഇതിനെ പറ്റിയുള്ള സ്റ്റഡീസും ഡിസ്കഷൻസ് ഉണ്ടാവാറുണ്ട്. അതിനെ പറ്റിയിട്ടുള്ള ആധികാരികമായ എല്ലാ സൈഡ് എഫക്ട് പ്രൊഫൈലിനെ പറ്റിയുള്ള പഠനം ഉണ്ടാകും. അപ്പോൾ വളരെ സേഫ് ആയിട്ടുള്ള ഡ്രഗാണ് ടോപ്പിക്കൽ നേസൽ സ്റ്റിറോയിഡ്സ്. അതിലും കൺട്രോൾ ആകാത്ത ആൾക്കാർക്ക് മാത്രം നമ്മൾ ചിലപ്പോൾ ഇപ്പോൾ വളരെയധികം ആധുനികവൽക്കരിച്ച ഒരു ഇഞ്ചക്ഷൻസ്, ആധുനികമായി നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള മോണോക്ലോണൽ ആന്റിബോഡീസ് എന്നുള്ളവ, ഈസിനോഫിലിക്കെതിരെയൊക്കെ ഉണ്ടാക്കുന്ന ആന്റിബോഡീസൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ വളരെ റെയർ ആയിട്ടുള്ള കേസുകളിൽ മാത്രം. പിന്നെ സർജിക്കലി എന്തെങ്കിലും ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന്, നോർമലി അലർജിക്ക് സർജറി ഒരു ഓപ്ഷൻ അല്ല. പക്ഷെ അലർജി കാരണം ഉണ്ടാവുന്ന സൈനസൈറ്റിസ് എന്നുള്ള ഇതിന് മാത്രം നമ്മൾ സർജറി ആവശ്യമുള്ള കേസുകൾ, അതിലും അലർജി ആണ് ബേസ് ട്രീറ്റ്മെന്റ് എന്നുണ്ടെങ്കിൽ നമ്മൾ സർജറി ഒരു പാർട്ട് ഓഫ് ചികിത്സ മാത്രമേ ആകുന്നുള്ളൂ. ബാക്കി കൂടുതലും
അലർജിയുടെ മെഡിക്കൽ കൺട്രോൾ തന്നെയാണ് അലർജിയായി ബന്ധപ്പെട്ടുണ്ടാകുന്ന മറ്റ് അസുഖങ്ങളുടെ ചികിത്സ രീതി. അതായത് അലർജിയെ കൺട്രോൾ ചെയ്താൽ മാത്രമേ നമ്മുടെ ഒരു സർജിക്കലി ഒരു ഇന്റർവെൻഷൻ ചെയ്യേണ്ട ഒരു കേസിൽ പോലും നല്ലൊരു റെസ്പോൺസോ സർജറിക്ക് ശേഷം ഉണ്ടാകുന്ന ബെറ്റർമെന്റ് അല്ലെങ്കിൽ അതിനുശേഷം ഉണ്ടാകുന്ന ഒരു ഇംപ്രൂവ്മെന്റ് അലർജിയുടെ മൊത്തമായ കൺട്രോളിൽ തന്നെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അലർജിയുടെ മാനേജ്മെന്റ് പൂർണ്ണമായും അല്ലെങ്കിൽ ഒരു 90% മെഡിക്കൽ തന്നെയാണ്. ചില കേസുകളിൽ നമുക്ക് സർജിക്കലി ആവശ്യം വരുന്നുണ്ട്. കാരണം ഈ മരുന്ന് എത്തിക്കുക അല്ലെങ്കിൽ ഏത് സ്ഥലത്തു നിന്നാണോ ഉത്ഭവിക്കുന്നത് ആ സ്ഥലത്തേക്ക് മരുന്ന് എത്തിക്കുക എന്നുള്ള ഉദാഹരണം ടോപ്പിക്കൽ സ്റ്റെറോയിഡ്സ് എത്തിക്കുക എന്നുള്ള ഒരു പർപ്പസിന് വേണ്ടി നമ്മൾ പലപ്പോഴും സർജറീസ് ചെയ്യേണ്ടി വരാറുണ്ട്. പക്ഷെ വളരെ കുറഞ്ഞ കേസുകൾ, കൂടുതലും അലർജി മെഡിക്കലി മാനേജ് ചെയ്യുക തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഈ പറഞ്ഞ സൈനസൈറ്റിസ് എന്നീ ടോപ്പിക്സിനെ പറ്റിയൊക്കെ നമുക്ക് ഫർദറായി നമുക്ക് ഡിസ്കഷൻസിലോട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. പൊതുവെ ഒരു ഓവറോൾ അലർജി റിലേറ്റഡ് ടു ENT എന്നുള്ളൊരു ഐഡിയയാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. അടുത്ത എപ്പിസോഡുമായി പിന്നെ